കണ്ണൂർ ഉളിയിലെ ഖദീജ വധക്കേസിൽ പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ. KN ഇസ്മായിൽ, KN ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. രണ്ടാം വിവാഹം കഴിക്കുന്നതിലുള്ള വിരോധത്തെ തുടർന്നാണ് സഹോദരങ്ങൾ ഖദീജയെ കൊലപ്പെടുത്തിയത്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ കൊലക്കുറ്റം എന്നതിനേക്കാൾ അപ്പുറത്ത് ദുരഭിമാനക്കൊലയാണ് നടന്നത്. അപ്പോൾ ജീവപര്യന്തമാണ് ശിക്ഷ പ്രതികൾക്ക്. എന്തെല്ലാം കാര്യങ്ങളാണ് ശിക്ഷാവിധിയിൽ കോടതിയുടെ നിരീക്ഷണം? ആ കേസിൽ 12 വർഷത്തിന് ശേഷമാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ആ വിധി പറയുന്നത്. ഇതിൽ പ്രതികളായിട്ടുള്ള ഖദീജയുടെ 2 സഹോദരങ്ങളെ KN ഇസ്മയിൽ, KN ഫിറോസ് എന്നിവരെ ജീവപര്യന്തം തടവിനും 60,000 രൂപ വീത പിഴയടക്കാനുമാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. 2012 ഡിസംബർ 12-നാണ് നാടിനെ ഞെട്ടിച്ച ഈ കൊലപാതകം ഉണ്ടായത്. രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയ ഖദീജയെ അതിന്റെ വിരോധത്തിൽ ഈ 2 സഹോദരങ്ങൾ ചേർന്ന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ അത് പ്രകാരമാണ് 6 പ്രതികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഗൂഢാലോചന കുറ്റം ഇതിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. തെളിവിന്റെ അഭാവത്തിലാണ് ഈ കേസിൽ ഉണ്ടായിരുന്ന മറ്റ് 4 പ്രതികളെ കോടതി വെറുതെ വിട്ടത്. പക്ഷേ ഇതിൽ കൊലപാതകം ഈ 2 പ്രതികൾ, സഹോദരങ്ങളായ 2 പ്രതികൾ അവരുടെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം കൂറുമാറിയിരുന്നു. ഇതിൽ ഖദീജയുടെ സുഹൃത്തായിരുന്നു, ഖദീജ രണ്ടാം വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്ന യുവാവിനെയും അന്ന് കുത്തിപ്പരിക്കേൽപ്പിച്ചതാണ്. ആ യുവാവ് ഉൾപ്പെടെ മുഴുവൻ പ്രധാനപ്പെട്ട സാക്ഷികളും ഈ വിചാരണ വേളയിൽ കൂറുമാറിയിരുന്നു. അത്തരം ഒരു കേസിലാണ് ഇതിൽ ഈ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ മേടിച്ചു നൽകാൻ പ്രോസിക്യൂഷൻ സാധിച്ചത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു നിർണായകമായിട്ടുള്ള വിധിയാണ്. ഇപ്പോൾ സ്മിത സൂചിപ്പിച്ച പോലെ ഒരു ദുരഭിമാന കൊലയിലാണ് പ്രതികൾക്ക് സാക്ഷികൾ കൂറുമാറിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.